ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. കരിങ്ങനാട് വിളങ്ങോട്ടുകാവ് ഗോവിന്ദപുരം ക്ഷേത്രത്തിലെ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടന്നു. കരിങ്ങനാട് വിളങ്ങോട്ടുകാവ് ഗോവിന്ദപുരം ക്ഷേത്രത്തിൽ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 5ാം ദിവസം വിവിധ ചടങ്ങുകൾ നടന്നു. യജ്ഞാചാര്യർ സ്വാമിജി വിശ്വനാഥാനന്ദ സരസ്വതി, യജ്ഞഹോതാവ് ഹരിനമ്പൂതിരി, യജ്ഞപൗരാണികരായ പാർവതിയമ്മ പട്ടാമ്പി, നാരായണിക്കുട്ടി അമ്മ തിരുമറ്റക്കോട് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഗണപതി ഹോമം, സഹസ്രനാമജപം, സമൂഹ പ്രാർത്ഥന, നാമജപ പ്രദക്ഷിണം, ബാലലീലകൾ, വൃന്ദാവന ലീലകൾ, രാസക്രീഡ, കംസവധം, പാലാഴി മദനം എന്നിവ നടന്നു. ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവും, പല വിഷയങ്ങളുണ്ടാവും, നിങ്ങൾ അതെല്ലാം ക്ഷമിച്ചു കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ കൂടെ അങ്ങോട്ട് മാറി അങ്ങനെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കടയാൻ തുടങ്ങി. മന്ത്രപർവ്വതത്തെ കടയാൻ തുടങ്ങി. സമുദ്രങ്ങളൊക്കെ കലങ്ങി മറഞ്ഞു തുടങ്ങി. നുരകളും പതകളും ഒക്കെ പൊങ്ങാൻ തുടങ്ങി. അങ്ങനെ അതാവുമ്പോഴാണ് മന്ത്രപർവ്വതം മെല്ലെ താഴോട്ട് പോകുന്നതായിട്ട് കണ്ടു. ഉടനെ എല്ലാവരും നാരായണ നാരായണ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. എല്ലാവരും നാരായണനെ വിളിച്ചു. കാരണം ആശ്രയം അദ്ദേഹമേ ഉള്ളൂ. ഉടനെ അദ്ദേഹം കൂർമാവതാരം എടുത്തുകൊണ്ട് ആ സമുദ്രത്തിന്റെ അടിയിൽ തട്ടിൽ പോയിട്ട്, ശരിക്കും പറഞ്ഞാൽ 1,00,000 യോജന വ്യാപ്തിയുള്ള ആ കൂർമ്മത്തിന്റെ പുറത്ത് വെച്ച് ആലോചിക്കണം. 1 യോജന എന്ന് പറഞ്ഞാൽ 13.54 കിലോമീറ്ററാണ്. തുടർന്ന് രുക്മിണി സ്വയംവരം അരങ്ങേറി. ഡിസംബർ 22 മുതൽ 29 വരെ 8 ദിവസങ്ങളിലായാണ് 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്.